കുറേയൊക്കെ ശരീരത്തിന് മൂത്രത്തിലൂടെയും കളയാൻ പറ്റും, മലത്തിലൂടെയും കളഞ്ഞെന്ന് വരും. പക്ഷേ അതിലും അധികമായാൽ നിങ്ങൾക്ക് മാരകമായ രോഗങ്ങളാണ് ഉണ്ടാകുക. ഇപ്പോൾ ഉള്ളതിൻ്റെ 20 ഡിഗ്രി ചൂട് കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? 20 ഡിഗ്രി ചൂട് കൂടിയാൽ ഇപ്പം നമ്മളൊരു 30-35 ഡിഗ്രിയിലൊക്കെ നിൽക്കുകയാണ്. 20 ഡിഗ്രി ചൂട് കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ തന്നെ കയ്യിലുള്ള ബോംബോ, പാകിസ്ഥാൻ്റെ കയ്യിലുള്ളതോ, അമേരിക്കയുടെ കയ്യിലുള്ളതോ, ഇവിടെ അടുത്ത ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 20 ഡിഗ്രി ചൂട് കൂടുക എന്നുള്ളത് അങ്ങനെയാണല്ലോ കത്തിക്കരിഞ്ഞ് സകലതും ഇത് വെണ്ണീറാക്കുന്നത്. അപ്പം ഈ അന്തരീക്ഷം മിതമായ ചൂടിലും തണുപ്പിലും നിന്നാൽ അവിടെയാണ് നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുക. അത് കൂടുന്നതും കുറയുന്നതും എല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഈ ഒരു തലം മനസ്സിലാക്കി നമ്മുടെ ആത്മശക്തിയെ, ഈ പ്രാണശക്തിയെ, ഈ വൈറ്റൽ ശക്തിയെ, ഈ ഇലക്ട്രിസിറ്റിയെ ഉദ്ദീപിക്കുന്ന ജീവിത രീതിക്ക് പ്രാധാന്യം കൊടുക്കണം. ഇപ്പം നമ്മൾ പഴങ്ങളുടെ, പച്ചക്കറികളുടെ, ഫ്രഷായ പച്ചക്കറികളുടെ, അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളുടെ ഒക്കെ ഭക്ഷണത്തിലേക്ക് പ്രാധാന്യം കൊടുത്തു വരണം. അതിലെ ജീവശക്തിയെ കൊല്ലുന്ന തരത്തിൽ ഹോം മോർച്ചറി കയറ്റി വെക്കുക, പല ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അത് വാടിക്കഴിയുമ്പോൾ എടുത്ത് കഴിക്കുക, അതിനെ വേവിച്ച് അതിൻ്റെ പ്രാണ തേജസ്സിനെ കൊന്നിട്ട് കഴിക്കുക. ആ രീതികളെല്ലാം മാറി വരേണ്ടി വരും. ഇവിടെയാണ് നോക്കി പ്രകൃതിക്കാർ പഴങ്ങൾ കൂടുതൽ കഴിക്കണം, പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം, അത് ഫ്രഷായിട്ട് കഴിക്കണം എന്നെല്ലാം പറയുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കാൻ സാധിക്കുക. അതിലെ ഇലക്ട്രിക് പവർ, അതിലെ വൈദ്യുതി, അതും കൂടെ നമുക്ക് വേണ്ടതാണ്. ശാസ്ത്രത്തിന് ഇതൊന്നുമില്ല. ശാസ്ത്രത്തിന് പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പിന്നെ ഇലക്ട്രോലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുടുങ്ങിക്കിടക്കുകയാണ് ശാസ്ത്രം. അതിൻ്റെ അടിയിൽ കിടക്കുന്ന ചില കാര്യങ്ങളിലൂടെയാണ് ശാസ്ത്രത്തിൻ്റെ വഴിയെ പോയിട്ട് രക്ഷയില്ലാത്തവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഇതും കൂടെ കയറി അവർ പിടിക്കുമ്പോൾ അവർ രക്ഷപ്പെടുന്നുമുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിന് അപ്പുറത്തേക്ക് സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വ്യാപരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആഹാരം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ജലപാനത്തിൽ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ശ്വസനത്തിൽ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കത്തിൽ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വ്യായാമത്തിൽ അല്ലെങ്കിൽ അധ്വാനത്തിൽ ശ്രദ്ധിക്കണം, ആ നേരത്തുള്ള വിശ്രമത്തിൽ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ മാനസികമായ ആരോഗ്യ ചിന്തകളിലേക്ക് ആഹാരത്തെക്കാളും കൂടുതൽ വേണമെങ്കിൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആരോഗ്യ ചിന്തകളും ചികിത്സാ ചിന്തകളും ഈ ശരീരത്തെ അങ്ങോട്ട് കീറി മുറിക്കുക, അതിലേക്ക് കുറച്ച് കെമിക്കൽ പുരട്ടി കൊടുക്കുക, കെമിക്കൽ ഉരുട്ടി ഗുളികനാക്കിയിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലേ ആരോഗ്യകരമായ ശരീരവും ആരോഗ്യകരമായ മനസ്സും ആരോഗ്യകരമായ ആത്മശക്തിയും ആരോഗ്യകരമായ സമൂഹവും ആരോഗ്യകരമായ പരിതസ്ഥിതിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതിൽ നിർണായകമായ ഒരു പങ്കാണ് ഉപവാസത്തിനുള്ളത്. അതീവ നിർണായകമായ പങ്കാണ് ഉപവാസത്തിനുള്ളത്. ഉപവാസത്തിൻ്റെ ബയോളജിക്കലായിട്ടുള്ള ഒരു കാര്യം, ഉപവാസം രോഗം മാറ്റിത്തരുന്നു എന്നൊന്നും പറഞ്ഞേക്കരുത്. രോഗമൊക്കെ മാറ്റുന്നത് ശരീരം തന്നെയാണ്. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ ഉപവാസത്തിനുള്ള പങ്ക് നിങ്ങൾ വീടും അടുക്കളയും വൃത്തിയാക്കി വയ്ക്കുന്നു എന്നതുപോലെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരാവയവങ്ങളെ, നിങ്ങളുടെ ദഹനേന്ദ്രിയങ്ങളെ, നിങ്ങളുടെ ആന്തരാവയവങ്ങളെ, നിങ്ങളുടെ രക്തത്തെ, നിങ്ങളുടെ വൻകുടലിനെ, നിങ്ങളുടെ സ്വെറ്റിംഗ് ഹോൾസിനെ, വിയർപ്പ് കളയുന്ന നേരെ ക്ലീൻ ചെയ്ത് സുഖമായിട്ട് വെക്കണമെങ്കിൽ, നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് വേണ്ടാത്തതെല്ലാം കളഞ്ഞ് നേരെയാക്കി വയ്ക്കണമെങ്കിൽ
ആ ഒരു ബയോളജിക്കൽ ഹൗസ് ക്ലീനിങ് ആണ് ഓട്ടോഫാജി എന്ന് പറയും. അത് ജാപ്പനീസ് റിസർച്ചർ യോഷിനാരി ഒസുമിക്ക് ഈ ആശയത്തെ ഡെവലപ്പ് ചെയ്തതിന് നൊബേൽ സമ്മാനം കിട്ടുകയുണ്ടായെന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് നമ്മളീ പറയുന്ന കാര്യങ്ങളൊന്നും ശാസ്ത്രീയമല്ല എന്ന് ഒരു മണ്ടനും ഇനി പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഓട്ടോഫാജി എന്ന് പറയുന്ന ആന്തരികമായ ഒരു കുളി, ആന്തരികമായ ക്ലീനിങ്, ഇത് സാധ്യമാകുന്നത് ആഹാരം ഉള്ളിലില്ലാത്തപ്പോൾ മാത്രമാണ്. ആവശ്യത്തിന് വെള്ളം കൂടി ഉള്ളപ്പോഴും മാത്രമാണ്. ആഹാരം ഉള്ളിലില്ലാതിരിക്കുക, ആഹാരത്തിൻ്റെ ദഹനപ്രക്രിയ മാത്രം കഴിഞ്ഞാൽ പോരാ, രക്തത്തിൻ്റെ ട്രാൻസ്പോർട്ടിങ്ങും കൂടെ കഴിഞ്ഞ് കോശങ്ങളിൽ അതിൻ്റെ ഉപയോഗം കൂടെ കഴിഞ്ഞുള്ള ആ പീരീഡ് ഓഫ് ടൈമിലാണ് ഉപവാസം അനുഗ്രഹമാകുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥ ഫലം, ശരിയായ ഫലം നമുക്ക് കിട്ടുന്നത് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ കൊള്ളാം, ഉപവാസത്തിൻ്റെ ആദ്യത്തെ ഒരു തലം കിട്ടും. 2 നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ ആമാശയത്തിൽ നിന്നും ചെറുകുടലിൽ നിന്നുമുള്ള ജോലികൾ നിന്നതിൻ്റെ, അവർക്ക് വിശ്രമം കിട്ടിയതിൻ്റെ മെച്ചം കിട്ടും. 3 നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ദഹനേന്ദ്രിയം പൂർണ്ണമായി പുതിയ ജോലികളില്ലാത്ത രീതിയിൽ ഒരു ആശ്വാസത്തിലേക്ക് വരും. 4-മത്തെ നേരത്തെ സമയം കൂടെ ആഹാരം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ആമാശയത്തിനും ചെറുകുടലിനും വൻകുടലിനും രക്തത്തിനും കൂടെ റിലീഫ് കിട്ടും, ആശ്വാസം കിട്ടും. ജോലികൾ മാറി, അതിൻ്റെ ജോലികൾ, ആ ട്രാൻസ്പോർട്ടിങ് എല്ലാം തീർന്ന് 5-മത്തെ നേരവും നിങ്ങൾ ഉപവസിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോശങ്ങളിൽ ആദ്യം കഴിച്ച ഭക്ഷണം കോശങ്ങളിലെത്തി, കോശങ്ങളുടെ ജോലികളെല്ലാം ചെയ്ത് ഗ്ലൂക്കോസൊക്കെ ദഹിപ്പിച്ചു, അല്ലെങ്കിൽ ഊർജമാക്കി, പോഷകങ്ങളൊക്കെ കൊടുക്കേണ്ടടുത്ത് അമിനോ ആസിഡുകളൊക്കെ ഉപയോഗിച്ച് ആ കിട്ടിയതെല്ലാം തീർന്ന് ഒരാശ്വാസത്തിലേക്ക് കോശങ്ങളെത്തും. ജനിച്ചിട്ട് ഇതുവരെ വിശ്രമിക്കാത്ത കോശങ്ങൾ, തീറ്റ തന്നെയല്ലേ. അവിടെയാണ് ശരീരത്തിന് ഗ്ലൂക്കോസ് വേണം, പ്രോട്ടീൻ വേണം, അമിനോ ആസിഡുകൾ വേണം, ഫാറ്റിൻ്റെത് വേണം, ഇതെല്ലാം വേണമെന്ന് പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടും? ഇയാൾ കഴിക്കുന്നില്ല, ഞാൻ കഴിക്കുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് എവിടെയെല്ലാം ശേഖരമുണ്ട് ആ ശേഖരിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങോട്ട് എടുക്ക്. കരളിൽ ഫാറ്റ് കൊഴുപ്പ് കെട്ടിക്കിടപ്പുണ്ട്, ഇങ്ങോട്ട് എടുത്തോ. അവിടെ കെട്ടിക്കിടക്കേണ്ടതല്ലോ, ഇവിടെ ഉപയോഗം ആവശ്യമുണ്ട്. കരളിൽ നിന്ന് ഫാറ്റ് റിലീസ് ചെയ്യപ്പെടും. ഇവിടെയാണ് ഉപവാസം ഏതൊരു മരുന്നിനേക്കാളും ഏതൊരു ചികിത്സയേക്കാളും ഗുണകരമാകുന്നത്. എവിടെയെല്ലാം മുഴകളുണ്ടോ ആ മുഴകളെയെല്ലാം ശരീരം തിരിച്ചെടുക്കും, ഉപയോഗിക്കും. അല്പം ക്വാളിറ്റി കുറഞ്ഞ പ്രോട്ടീനും സാധനങ്ങളൊക്കെയാണ് പലപ്പോഴും മുഴകളായിട്ട് ശരീരം എവിടെയെങ്കിലുമൊക്കെ മാറ്റിയിടുന്നത്. വേറെ നിവൃത്തിയില്ല, അതിലേക്ക് ഇങ്ങോട്ട് എടുത്ത് കത്തിക്കാം. ക്വാളിറ്റി കുറഞ്ഞതൊക്കെ പോരട്ടെ, പിടിച്ചു നിൽക്കണ്ടേ, പ്രവർത്തനം നടക്കണ്ടേ. അങ്ങനെ അതുമെല്ലാം തീരുന്ന അപ്പോൾ ഉപവാസം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം, ഉപവാസം എടുക്കുന്ന നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇതുപോലുള്ള മുഴകളോ, ഫാറ്റി ലിവറോ, അല്ലെങ്കിൽ മലബന്ധമോ, ശരീരത്തിൽ ചൂട് കൂടി നിൽക്കുന്ന അവസ്ഥയോ, അസിഡിറ്റി കൂടി, എന്തിനു വേണ്ടി നിങ്ങൾ ഉപവാസം എടുക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഫിസിയോളജിക്കലായിട്ടുള്ള മെച്ചത്തിന് വേണ്ടിയിട്ടാണോ, ശരീരത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഉപവാസമാണോ നിങ്ങൾ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിലും പലതരത്തിലുള്ള ഉപവാസങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. ആഴ്ചയിൽ 1 നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഗ്യാപ്പ് കൊടുത്ത് ആ ഗ്യാപ്പ് പല ഘട്ടങ്ങളിലായിട്ട് ശരീരത്തിൽ ഫലിക്കുന്ന രീതിയിലേക്ക് വളരെ കാലമെടുത്ത് വലിയ മാറ്റമൊന്നും അപ്പോൾ ശരീരത്തിന് വരുത്താൻ പറ്റില്ല എങ്കിൽ പോലും നല്ലതാണ്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ അത്രയെങ്കിലും ചെയ്യേണ്ടതാണ്. 2 നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുടക്കക്കാരാണെങ്കിൽ രാത്രി ഭക്ഷണം പഴം മാത്രമാക്കി, കുറച്ച് നാൾ കഴിയുമ്പോൾ ജ്യൂസ് മാത്രമാക്കി,
കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഉച്ചഭക്ഷണവും പഴമാക്കി, രാത്രി ഭക്ഷണവും പഴമാക്കി, പിന്നെയും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ രാത്രി ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒക്കെ ജ്യൂസാക്കി, പിന്നെ ഒരു ദിവസം രാവിലത്തെ ഭക്ഷണം ഫ്രൂട്ട്സ്, ബാക്കി ജ്യൂസ്, പിന്നെ രാവിലെയും ജ്യൂസ്, പിന്നെ വെള്ളത്തിലൊരു നേരം, ബാക്കി നേരം ഫ്രൂട്ട് ജ്യൂസ്. ഇങ്ങനെയെല്ലാം വളരെ ലളിതമായ സ്റ്റെപ്പുകളിട്ട് പേടിയുള്ള ആളുകൾക്ക്, ശീലമില്ലാത്ത ആളുകൾക്ക് വരാം. ചില രോഗാവസ്ഥയിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം. ഗർഭിണികൾ അങ്ങനെ ഉപവസിക്കണമെന്ന് പറയാറില്ല, പക്ഷേ ഫ്രൂട്ട് ഡയറ്റ് അവർക്ക് വളരെ നല്ലതാണ്. ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞുള്ള അസുഖങ്ങൾ, സ്ട്രോക്ക് വന്ന ആളുകളൊക്കെ ഉപവാസം എടുക്കുന്നത് അത് ഏറ്റവും നല്ലത് പ്രകൃതി ചികിത്സാ വിദഗ്ധരുടെ അടുത്ത് തന്നെ നിന്ന്. കാരണം പ്രകൃതി ചികിത്സകരെ പോലെ ഉപവാസത്തിന് പരിചയവും പരിശീലനവും അനുഭവവും ഉള്ളവർ വേറെ കാര്യമായിട്ട് ഒരു ചികിത്സയിലും നമ്മളില്ല എന്നുള്ളതാണ് സത്യം. ആയുർവേദത്തിലൊക്കെ പണ്ട് ആയുർവേദ വൈദ്യന്മാരൊക്കെ ഉപവാസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ആയുർവൈദ്യന്മാർക്കൊന്നും അങ്ങനെ ഒരു ഉപവാസത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഏതെല്ലാം രോഗത്തിന് ഉപവസിക്കാം, ഉപവസിച്ചാൽ തന്നെ ഏതെല്ലാം പ്രതിസന്ധികൾ, ഉപവാസത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനെ രോഗശമന പ്രതിസന്ധികൾ എന്നാണ് പറയുന്നത്. അപ്പം നീണ്ടു നിൽക്കുന്ന ഉപവാസത്തിൽ, ചെറിയ ഉപവാസത്തിലല്ല, ഒരു ദിവസത്തെ ഉപവാസത്തിലൊന്നുമല്ല, നീണ്ടു നിൽക്കുന്ന ഉപവാസത്തിൽ വളരെ രസകരങ്ങളായ, കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രയാസങ്ങളും അനുഭവത്തിൽ വന്നു വരും. അപ്പോൾ നിങ്ങളുടെ ദുശ്ശീലം മാറാൻ മനസ്സിന് കൂടെ മെച്ചം കിട്ടുന്ന രീതിയിലാണോ ഉപവാസത്തെ ആലോചിക്കുന്നത്? ആദ്യം ഫിസിയോളജിക്കലായിട്ട് ശരീരത്തിൻ്റെ മാറ്റങ്ങളെല്ലാം കഴിഞ്ഞ്, അതിനോടൊപ്പവും അത് കഴിഞ്ഞും മനസ്സിൻ്റെ വ്യത്യാസങ്ങൾ വരും. കുറേ കൂടെ നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ളൊരു ഉപവാസമാണോ എടുക്കുന്നത്? ആത്മീയമായ കരുത്തിൻ്റെ ഒരു ഉപവാസമാണോ? അങ്ങനെ ചില ചോദ്യങ്ങൾ, പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശാരീരികമായിട്ടുള്ളൊരു കാര്യമാണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിച്ച ഭക്ഷണം ദഹിച്ച് രക്തത്തിൽ ചെന്ന് രക്തം അതിനെ പോർട്ടർ വെയിനിലൂടെ കരളിന് കൊടുത്ത്, കരൾ അതിൽ വിഷമുണ്ടോ പാടില്ലാത്തൊക്കെ ഉണ്ടോ നോക്കുന്നത് തരം തിരിച്ച് രക്തത്തിന് തന്നെ കൊടുത്തു, രക്തം അതിനെയും കൊണ്ട് അവയവങ്ങളിൽ ചെന്നു, അവയവങ്ങളിലെ കലകൾക്കത് കിട്ടി, കലകൾ അതിൽ നിന്ന് കോശങ്ങൾക്ക് കൊടുത്തു. അപ്പം നമ്മൾ നാവിൻ്റെ രുചിക്ക് വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. നാവിന് വേണ്ടിയല്ല ഭക്ഷണം. പിന്നെ പറയും വയറ് നിറയാൻ വേണ്ടിയാണ്. വയറിന് വേണ്ടിയുമല്ല ഭക്ഷണം. അല്ലേന്ന് ചോദിച്ചാൽ ആണ്, അവർക്കും കൂടി വേണ്ടിയാണ്. കോശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. കോശങ്ങളാണ് ഭക്ഷണം ഉപയോഗിക്കുന്നത്. എൻഡ് സ്റ്റേജ് അവിടെയാണ്. നാവ് ബിഗിനിങ് സ്റ്റേജ് മാത്രമാണ്. നാവും വയറും എല്ലാം പണിയെടുക്കുന്നത് മൊത്തം ശരീരത്തിന് വേണ്ടിയിട്ടാണ്. ആ വർക്ക് നടക്കണമെങ്കിൽ കോശങ്ങളിലേക്ക് ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ എത്തണം, ദഹനഫലങ്ങൾ എത്തണം. അപ്പം ആ കോശങ്ങളിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് സെല്ലുലാർ റിപ്പയറിങ് നടക്കുക. കോശങ്ങളുടെ കേട് തീർക്കൽ തുടങ്ങുന്ന അപ്പോഴാണ്. നമ്മുടെ വീട്ടിൽ അതിഥികളെല്ലാവരും കൂടി ഉള്ളപ്പോൾ വീടടിച്ച് കഴുകൽ നടക്കുമോ? ഒന്നില്ലെങ്കിൽ അതിഥികളെയും മക്കളെ എല്ലാം അടിച്ച് പുറത്താക്കണം, എന്നിട്ട് വീട് കഴുകാൻ പറ്റും. അപ്പോൾ ആഹാരം നിറഞ്ഞിരുന്ന ആഹാര ദഹന ജോലികൾ നടക്കുന്ന ശരീരത്തിന് റിപ്പയറിങ് നടക്കില്ല. ഓടി നടക്കുന്ന വണ്ടിക്ക് കേട് തീർക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കണം, വിശ്രമം വേണം. ആ വിശ്രമം ശരീരത്തിൻ്റെ വിശ്രമം മാത്രം പോരാ, ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിക് ഫങ്ഷനുകളുടെ, അതിൽ ആഹാരം കൊണ്ട് പ്രചോദിതമാകുന്ന പ്രവർത്തനങ്ങളുടെ വിശ്രമം കൂടെ വേണം. അപ്പോൾ അത് എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ്? ഒരു 10-16 മണിക്കൂറെങ്കിലും കഴിയുമ്പോഴാണ് സെല്ലുലാർ തലത്തിലേക്ക് ഈ സാധനത്തിൻ്റെ ജാഗ്രത എത്തുന്നത്, വിശ്രമത്തിന് സാധ്യത തുടങ്ങുന്നത്. അത് ചിലർക്ക് പെട്ടെന്ന് ദഹിക്കുന്നവരുണ്ടാകും, ചിലർക്ക് കുറച്ചുകൂടെ താമസം എടുക്കും, ചിലർക്ക് കാലത്തൊരു ഭക്ഷണം കഴിച്ചാൽ വൈകിട്ട് വരെ ദഹിച്ചൊന്നും വരില്ല, സമയം വളരെ എടുത്ത് അമിത ഭക്ഷണം കഴിച്ചാൽ പറയുകയും വേണ്ട. ഓരോരുത്തരുടെയും ഒരു നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ സെല്ലുലാർ റിപ്പയറിങ് അപ്പോഴാണ് തുടങ്ങുന്നത്. അത് സിസ്റ്റത്തെ റീസെറ്റ് ചെയ്യാനായിട്ട് മൊത്തത്തിലൊരു സഹായം ചെയ്യും. അതേപോലെ തന്നെ ഈ കോശങ്ങളുടെ മരണം ഞാൻ പറഞ്ഞല്ലോ, അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞ് സെൽ സിഗ്നലിംഗ് സിസ്റ്റം മതി, സർവീസ് അവസാനിപ്പിച്ചോളൂ, റിട്ടയർ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ തൻ്റെ ഓഫീസിലുള്ള ഓഫീസ് മൊബൈൽ ഫോൺ അടക്കം ഫയലുകളടക്കം
പുതിയ ആളെ തിരിച്ചേൽപ്പിച്ചിട്ടാണ് നമുക്ക് റിട്ടയർ ചെയ്ത് പോകാൻ പറ്റുക. നമ്മൾ ചെയ്ത പണി, ഞാൻ എഴുതിയ ഫയലുകളാണ്, ഞാൻ ഉപയോഗിച്ച എല്ലാം കൂടി എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ മരിക്കേണ്ട കോശങ്ങൾ, ആ കോശങ്ങളിലുള്ള ഇലക്ട്രോലൈറ്റ്സ്, പ്രോട്ടീനിൽ നല്ലൊരു പങ്ക്, ഇതെല്ലാം തിരിച്ച് ശരീരത്തിന് തന്നെ കൊടുത്ത് എ ട്രേസ് ഓഫ് പ്രോട്ടീൻ മാത്രം കൊണ്ടാണ് മലത്തിലൂടെ പുറത്തു പോകുന്നത്. ഡെഡ് സെല്ലുകൾ, ഡെബ്രീസ് ഓഫ് ദി സെൽസ് പുറത്തു പോകുന്നത്. ആ അപ്പോപ്റ്റോസിസ് എന്നുള്ളൊരു പ്രക്രിയ വിസമ്മതത്തിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യും? കോശം മരിക്കാൻ തയ്യാറല്ല, മരിക്കാൻ സിഗ്നൽ വന്നു, അല്ലെങ്കിൽ സിഗ്നൽ എവിടെയോ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് നിന്നുപോയി. ശരീരം ശരിക്കും പാസേജ് ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയാണ് അനിയന്ത്രിതമായ കോശങ്ങളുടെ പെരുക്കം താളം തെറ്റി, ശരീരത്തിൻ്റെ അടിത്തറയിൽ തന്നെ താളം തെറ്റി പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കോശങ്ങൾ അപ്പോപ്റ്റോസിസ് എടുക്കുന്ന ഒരു പ്രവൃത്തി, അതിനൊരു സമയമുണ്ട്. 200 തുടങ്ങി 400 ദിവസമാണ് കരളിന് അപ്പോപ്റ്റോസിസിൻ്റെ സമയം. നിലവിലുള്ള കരളിലെ മൊത്തം കോശങ്ങളും 200 തുടങ്ങി 400 ദിവസം കൊണ്ട് മാറി പുതിയതാണ് അവിടെ വരുന്നത് താളക്രമത്തിൽ. മദ്യപാനിയാണെങ്കിലോ കരൾ നാശത്തിൻ്റെ വേഗത, അപ്പോപ്റ്റോസിസിൻ്റെ വേഗത വർദ്ധിക്കുമോ, കുറച്ചുകൂടെ സാവധാനത്തിൽ നീണ്ടു കിട്ടുമോ? മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ കരളിലെ കോശങ്ങൾ 400 ദിവസം ഒരിക്കലും ജീവിക്കില്ല. വളരെ നേരത്തെ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിനെ നെക്രോസിസ് എന്നാണ് വിളിക്കുന്നത്. നെക്രോസിസ്. ഈ നെക്രോസിസ് നമ്മുടെ ശരീരത്തിൽ നടക്കാതെ നോക്കണം. അപ്പോപ്റ്റോസിസ് നടക്കാതെ നിവൃത്തിയില്ല. പക്ഷേ അപ്പോപ്റ്റോസിസ് പരമാവധി ദിവസം വരെ ജീവിച്ച് മാത്രമേ എൻ്റെ കോശങ്ങൾ നശിക്കാവൂ. കാരണം എനിക്ക് ദീർഘായുസ് അപ്പോഴാണ് കിട്ടുക. എൻ്റെ കോശങ്ങൾ നേരത്തെ മരിച്ചു പോകുന്നൊരവസ്ഥ ഞാൻ ഉണ്ടാക്കിയാൽ എൻ്റെ ആയുസ് കുറയും അതിനനുസരിച്ച്. അപ്പോൾ അസിഡിറ്റി പിടിച്ചു കഴിഞ്ഞാൽ, ഫാറ്റി ലിവർ പോലെ, പ്രമേഹം പോലെ, ഹൈ BP പോലെ അങ്ങനെയുള്ള രോഗങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ കോശങ്ങളുടെ മരണത്തിൻ്റെ നിരക്ക്, വേഗത, സമയം എല്ലാം നിരക്ക് കൂടും, വേഗത കൂടും, സമയം കുറയുകയും ചെയ്യും. 200 ദിവസം ജീവിച്ചിരിക്കുന്നതിന് പകരം 150 ദിവസം കൊണ്ട് മരിക്കാൻ തുടങ്ങിയാൽ നേരത്തെ വാർദ്ധക്യ ലക്ഷണങ്ങൾ വന്ന് നമ്മൾ ഇഹലോകത്ത് നിന്ന് പോകേണ്ടതായിട്ട് വരും. അപ്പം നെക്രോസിസ് നടക്കാത്ത രീതിയിലുള്ള ഒരവസ്ഥാവിശേഷമാണ് നിങ്ങൾ ഇടയ്ക്ക് ഉപവസിക്കുമ്പോൾ ശരീരത്തിന് കിട്ടുന്നത്. സെല്ലുകൾ റിപ്പയർ ചെയ്ത് സെല്ലുകളുടെ അകാല മരണം വരാത്ത രീതിയിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾ പ്രകൃതി രീതിയിലുള്ളൊരു ഭക്ഷണക്രമത്തിൽ കൂടിയാണെങ്കിൽ കോശങ്ങളിൽ അങ്ങനെ നാശത്തിൻ്റെ സാധ്യത വളരെ കുറവായിരിക്കും. കോശങ്ങൾക്ക് നിരന്തരമായി നല്ല സ്ട്രെങ്ത് കൊടുത്ത് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ആൻറ്റി ഏജിങ് ആണ് ഉപവാസം. നന്നായിട്ട് വയറ് നിറച്ച് നല്ല ഭക്ഷണവും കഴിച്ച് ആരോഗ്യത്തോടെ നടക്കുന്ന തടിമാടന്മാർ രാവിലെ എണീക്കുമ്പോൾ വാർത്ത, ആള് പോയി. അയ്യോ, എന്നാൽ അയാളുടെ ആ ചേട്ടനുണ്ടായിരുന്നു, അയാളാണെങ്കിൽ ഇങ്ങനെ മെലിഞ്ഞുണങ്ങി ആകെ പ്രയാസമായിട്ട് നടക്കണം. അയാൾ നേരത്തെ ചത്തുപോകുന്നതാണ് നമ്മളൊക്കെ കരുതിയത്. അയാളല്ല, നല്ല ആരോഗ്യത്തോടെ നടക്കുന്ന അനിയനാണ് ചത്തുപോയത്. അലോപ്പതിക്കാർ ഉപദേശിക്കുന്നത് പോലെ പോഷകങ്ങളെല്ലാം കഴിച്ചു പോകുന്ന ആളുകൾക്ക് അന്നേരം കാണാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഉണ്ടാകും. പക്ഷേ ലോഞ്ചിവിറ്റി, ദീർഘായുസ് കുറയും. നിങ്ങൾ ഇറച്ചിയും മുട്ടയും പാലും ഒക്കെ കഴിച്ച് അവർ പറയുന്ന ന്യൂട്രീഷ്യൻ സ്പെഷ്യലിസ്റ്റ് എഴുതി തരുന്ന സാധനമൊക്കെ കഴിച്ചു വരുമ്പോൾ നിങ്ങളെ കാണാനൊക്കെ കൊള്ളാം, പക്ഷേ ദീർഘായുസ് നിങ്ങൾക്ക് കുറവായിരിക്കും. അതുകൊണ്ട് പ്രകൃതി ജീവനം പാലിക്കുന്ന ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് തുടുത്തിരിക്കുന്നത് ഒന്ന് കുറവായിരിക്കും. നിലവിലെ സൗന്ദര്യ സങ്കല്പത്തിൽ അല്പം കുറവുകളൊക്കെ വരാമെങ്കിൽ പോലും രോഗങ്ങളൊന്നും വരില്ല.
ദീർഘായുസ് ഉണ്ടാകുകയും ചെയ്യും. കാരണം ഈ സെല്ലുലാർ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉപവാസം അവർ നൽകുന്നുണ്ട്. സെല്ലുലാർ ലോഡ് അധികം കൊടുക്കുന്നില്ല. ഡൈജസ്റ്റീവ് ലോഡ്, ന്യൂട്രീഷ്യൽ ലോഡ് അധികം കൊടുക്കുന്നില്ല. നിങ്ങൾ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈറ്റമിൻ ഡി ആവട്ടെ, അയൺ ആവട്ടെ, അയഡിൻ ആവട്ടെ, സോഡിയം ആവട്ടെ, പൊട്ടാസ്യം ആവട്ടെ, ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ എത്തിയാൽ കുറേയൊക്കെ ശരീരത്തിന് മൂത്രത്തിലൂടെയും കളയാൻ പറ്റും, മലത്തിലൂടെയും കളഞ്ഞെന്ന് വരും. പക്ഷേ അതിലും അധികമായാൽ നിങ്ങൾക്ക് മാരകമായ രോഗങ്ങളാണ് ഉണ്ടാകുക. ആഹാരത്തിലൂടെ അത് വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങൾക്ക് അതിനോടൊരു വിരക്തി തോന്നും. മാങ്ങ കുറച്ച് നാൾ കഴിച്ചു കഴിയുമ്പോൾ മാങ്ങ വേണ്ട, മടുത്തു, ഇനി ചക്കയാവാം. ചക്ക കറി വെച്ച് കഴിച്ചും പച്ചക്കുള്ള കഴിച്ചും ചുള കഴിച്ചുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചക്കയെ മടുത്തി, ചക്ക അല്ലാണ്ട് വേറൊരു സാധനം ഇല്ല എവിടെയെന്ന് ചോദിക്കും. കാരണം ഏത് പോഷകം ശരീരത്തിൽ കൂടുന്നോ അതിനോട് വിരക്തി കാണിക്കുകയും ആവശ്യമുള്ള പോഷണത്തോടൊരു ആഗ്രഹം ജനിപ്പിക്കുകയും ചെയ്യും ശരീരം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നർ ഇൻ്റലിജൻസ്. ഗർഭിണിക്ക് എന്താണ് പച്ചമാങ്ങ തിന്നാനായിട്ട്? ഗർഭിണികളെ നമ്മൾ കളിയാക്കുന്നത് പച്ചമാങ്ങയ്ക്ക് കൊതി എന്ന് പറഞ്ഞിട്ടാണ്. ആ ശരീരം ആലോചിക്കുകയാണ് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ശരീര നിർമ്മിതിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് വേണ്ടിയിരിക്കുന്ന ഒരു ഘടകം എവിടെയാണുള്ളത്? ശരീരത്തിന് ഒരു ഓർമ്മയുണ്ട്, രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമാങ്ങയിലുണ്ട്. അപ്പോൾ പച്ചമാങ്ങ തിന്നാനുള്ള കൊതി ഉണ്ടാക്കുകയാണ്, അത് കൊടുക്കണം. ഗർഭിണിക്ക് ഗർഭകാലത്ത് ഈ കൊതി വരുന്നത് ശരീരത്തിന് അത് ആവശ്യമുള്ള, ആ കുഞ്ഞിൻ്റെ നിർമ്മിതിക്ക് അത് ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പം അതുപോലുള്ളൊരു വിവേകത്തിലാണ് അമിത പോഷണം വന്നു കഴിഞ്ഞാൽ ശരീരം അത് വേണ്ട എന്ന് പറയും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മതി, കൂടുതൽ വെള്ളം കഴിച്ചാൽ ശരീരത്തിന് ഇഷ്ടമല്ല, പിന്നെയും കൂടുതൽ കഴിച്ചാൽ ഛർദ്ദിക്കും നിങ്ങൾ. പക്ഷേ ഈ പോഷകങ്ങളെ നിങ്ങൾ ഗുളിക തരത്തിലാക്കി കഴിക്കുമ്പോൾ ശരീരത്തിന് തിരിച്ചറിയാൻ സാധിക്കില്ല. മറ്റത് നിങ്ങൾ കണ്ടു, ഇന്ന ഭക്ഷണമാണ്, തലച്ചോറിന് മനസ്സിലായി ഇന്ന ഭക്ഷണം വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തൊട്ടു, സ്പർശിച്ചു, ദാ കയ്യിലെത്തി, ഇപ്പൊ വരും, വാളംപുളി കണ്ടു, വയന് വിക്രാന്തോടാനുള്ള വെള്ളം വന്നു എന്ന് പറയും. കാരണം വാളംപുളി പുളിയാ വരുന്നെങ്കിൽ കൂടുതൽ ദഹനരസങ്ങൾ വന്നാലേ അതിനെ ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ശരീരം പ്രിപ്പയർഡ് ആവുകയാണ്. പിന്നെ നിങ്ങൾ മണുത്തപ്പോൾ ഇന്ന സാധനങ്ങളൊക്കെയാണെന്ന് മനസ്സിലായി, അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ദഹനരസങ്ങൾ. മോശം മണമാണെങ്കിൽ വലിച്ചെറിഞ്ഞു, മണത്തും കൊണ്ട് കണ്ണുകൊണ്ട് യോഗ്യത നേടി, തൊട്ട് ഒട്ടുന്നില്ല പൊള്ളുന്നില്ല യോഗ്യത നേടി, മണുത്തു, മണം കൊണ്ടും. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ അലൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ണിൻ്റെ താഴെ മൂക്ക്, അതിൻ്റെ താഴെയാണ് വായിൽ രുചി അറിയാനൊരു നാവ്. അല്ല, നാവിൻ്റെ ആവശ്യം എന്താ? നേരെ വയറ്റിലേക്ക് നേരെ ഇട്ട് കൊടുത്താൽ പോലെ. വേണമെങ്കിൽ ഒരു പൊട്ട് കുത്തണ കുറ്റി എടുത്തിട്ട് നേരെ കുത്തി അങ്ങ് ഇട്ടാൽ പോലെ. ഇതൊക്കെ വളരെ അത്ഭുതകരമായ ഡിസൈനിങ് ആണ്. അത് ഉള്ളിലേക്ക് ചെന്നു, ചവച്ചരയ്ക്കുമ്പോഴെല്ലാം ദഹനരസങ്ങൾ വന്നു കൂടി, ഏതൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി, അതിനനുസരിച്ചുള്ള ദഹനരസങ്ങളെല്ലാം പ്രിപ്പയർഡായി. ഇങ്ങനെ വളരെ തയ്യാറെടുപ്പുകളോടെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. പക്ഷേ ഈ ഗുളിക കാലം വന്നു കഴിഞ്ഞാൽ ഗുളികന്മാരെ കഴിക്കുന്നതിൽ ഇതൊന്നുമില്ല. അതേതോ മരുന്ന് കമ്പനി പറഞ്ഞതിലും കൂടുതലുണ്ട്, ചിലപ്പോൾ പറഞ്ഞത്ര ഉണ്ടാവില്ല. പലതരത്തിലുള്ള അപാകതകളോടുകൂടി ഉണ്ടാക്കി വെക്കുന്ന കെമിക്കലുകളിലൂടെ, കെമിക്കൽ ഫോമിലൂടെ, ഇനോർഗാനിക് ഫോമിലൂടെ കഴിക്കുമ്പോൾ ഇതെല്ലാം ശരീരത്തിന് നാശമായിട്ടാണ് വരിക.